ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ നമ്മുടെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? EVS ആണല്ലേ, അഥവാ പരിസര പഠനമാണ് എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് EVSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം അല്ലെ. അതിന് മുന്നേ ആയിട്ട് ടീച്ചർ നമ്മുടെ ചാനലിലോട്ട് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2 പാർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുന്നേറ്റ് തീർച്ചയായിട്ടും വീഡിയോസ് കാണാം. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾ, അതൊക്കെ നോക്കുക. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളതെല്ലാം. മക്കൾ എന്ത് ചെയ്യുക, ഒന്നും വിടാതെ തന്നെ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ EVSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂട്ടുകാർ പഠിക്കേണ്ട ഭാഗങ്ങളെ, പ്രധാനമായിട്ട് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെ എന്നുള്ളതാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ വെറും 89 രൂപയ്ക്ക് കൂട്ടുകാരെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാല്ലേ. ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗം പറയുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ മക്കളെ. അതോടൊപ്പം തന്നെ മക്കളുടെ പേര് കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് EVSൽ അഥവാ നിങ്ങളുടെ പരിസര പഠനത്തിൽ വരാവുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ആർട്ട് ഫോമിനെ കുറിച്ച്, അഥവാ വിവിധ കലാരൂപങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് പ്രീവിയസ് ഇയറിലും ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്കിപ്പോ മാറി വന്നിട്ടുള്ള പുതിയ സിലബസ് ആണ് അല്ലെ, പക്ഷെ ഇതിലെ കുറെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻ വർഷങ്ങളിലും പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിലെല്ലാം നമുക്ക് കണ്ടുവരുന്ന ചോദ്യമാണ് വിവിധ ആർട്ട് ഫോമിനെ കുറിച്ചിട്ടുള്ള, അതായത് വിവിധ കലാരൂപങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെയാ ചോദ്യം വരാന്ന് വെച്ചാൽ, നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കലാരൂപങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല മക്കളെ. ഒപ്പന, തിരുവാതിര, മാർഗം കളി, കഥകളി എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കലാരൂപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. അതിന്റെയൊക്കെ ചിത്രങ്ങൾ തന്നാൽ ഏതാണ് ആ കലാരൂപം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിട്ട് മക്കൾക്ക് കഴിയോ? അപ്പൊ അത്രയും മക്കൾക്ക് വരുള്ളൂ. മക്കൾക്ക് ഒരു ചിത്രം തരും, അത് ഏതാണ് കലാരൂപം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ പേര് എഴുതാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ ഏതെങ്കിലും കൂട്ടുകാർക്ക് ആ ഭാഗം സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പാഠപുസ്തകം എല്ലാം എടുത്തു വെച്ച് നോക്കുക. ഓരോ ചിത്രവും നോക്കിയിട്ട് അത് ഏതാണ് കലാരൂപം എന്നുള്ളത് മക്കൾക്ക് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അതാണ്, മക്കൾക്ക് ചിത്രം തന്നിട്ട് ഏതാണ് ആ കലാരൂപം എന്നുള്ളത് എഴുതാനായിട്ട് പറയും. പിന്നെ മക്കൾക്ക് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ചിട്ട് മക്കളെടുത്ത് ചെറിയൊരു നോട്ട് എഴുതാനായിട്ട് പറയൂ കേട്ടോ. ചിലപ്പം ആ കലാരൂപത്തിന്റെ പേര് തന്നിട്ട് അതിനെ കുറിച്ച് എഴുതാനായിട്ട് പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കലാരൂപത്തിനെ കുറിച്ചിട്ട് നോട്ട് എഴുതാനായിട്ടും പറയാം കേട്ടോ. ചിലപ്പോഴൊക്കെ കഥകളി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ മക്കള് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ഒപ്പന, തിരുവാതിര, മാർഗംകളി തുടങ്ങിയിട്ടുള്ള കളികളെ കുറിച്ചൊക്കെ മക്കൾക്ക് അറിയുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ, പേരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം നോക്കിയിട്ട് പോട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ആർട്ട് ഫോംസ് അഥവാ കലാരൂപങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുന്നതാണ് വിവിധ തരം പാട്ടുകളെ കുറിച്ച് നമുക്ക് ചോദിക്കാറുണ്ട്. നമുക്കറിയാം അല്ലെ, മാപ്പിളപ്പാട്ടുണ്ട്, അതുപോലെ തന്നെ വടക്കൻ പാട്ടുണ്ട്, പിന്നെ ഞാറ്റുപാട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വടക്കൻ പാട്ട് പറഞ്ഞു, ഞാറ്റുപാട്ട് പറഞ്ഞു, പിന്നെ നാടൻ പാട്ടുണ്ടല്ലോ. അപ്പൊ ഈ പാട്ടുകളെ കുറിച്ചൊക്കെ മക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്ലാസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും. അപ്പൊ മാപ്പിളപ്പാട്ടിന്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ നാടൻ പാട്ടിന്റെ പ്രത്യേകത എന്താണ്, ഞാറ്റുപാട്ടിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള, പിന്നെ വടക്കൻ പാട്ട് എന്നിവയുടെയൊക്കെ പ്രത്യേകതകൾ എന്താ എന്നുള്ളതിനെ കുറിച്ച് മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് മക്കൾക്ക് എങ്ങനെയാ വരാന്ന് വെച്ചാൽ, ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവയുടെയൊക്കെ പേരുകൾ തരും. താരാട്ട് പാട്ടും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിനെ കുറിച്ച് മിസ് പറയാം. അപ്പം എന്ത് ചെയ്യും, ഒരു സൈഡിൽ നിങ്ങൾക്ക് ഈ പാട്ടുകളുടെയൊക്കെ പേരും തരും, മറ്റൊരു സൈഡിൽ അവയുടെ പ്രത്യേകതയും തരും. എന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് പറയും, ഓരോ പാട്ടും അത് ഏതിനോട് മാച്ച് ചെയ്യുന്നതോ അതുമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറയും, മാച്ച് ചെയ്തിട്ട് ലൈൻസ് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറയും. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യം തരാം. അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു പാട്ടിന്റെ എന്ത് തരും, പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് ഏതാണ് പാട്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിലൊക്കെ മക്കൾക്ക് വരാം കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്ത് മക്കൾ പരിചയപ്പെടുന്ന പാട്ടുകളൊക്കെ പ്രത്യേകം നോക്കി വെക്കുക. അതുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ മിസ് പറഞ്ഞു താരാട്ട് പാട്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, അത് നമുക്ക് എപ്പോഴും ചോദിക്കലാണ്. ഈ ഓമന തിങ്കൾ കിടാവോ എന്നുള്ള പാട്ട് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട്.
ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അത് മക്കൾ അറിഞ്ഞിരിക്കുക, താരാട്ടുപാട്ടിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ ആർട്ട് ഫോംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ പഠിക്കേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫുൾ മൂൺ ഡേ, അതുപോലെ ന്യൂൺ മൂൺ ഡേ എന്നുള്ളത് അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് അമാവാസി, പൗർണമി എന്നൊക്കെ കേട്ടിട്ട് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും എന്താ എന്നുള്ളതും പഠിക്കുക. അതോടൊപ്പം തന്നെ അവയുടെ ചിത്രീകരണം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഫുൾ മൂൺ ഡേയുടെയും അതുപോലെ ന്യൂൺ മൂൺ ഡേ അഥവാ അമാവാസിയുടെയും പൗർണമിയുടെയും ഒക്കെ ആ ഒരു ചിത്രീകരണം മക്കൾക്ക് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ തന്നിട്ട് മക്കളെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയാം. അപ്പൊ അതിന്റെ ചിത്രീകരണം അറിയാത്ത കൂട്ടുകാർ നിർബന്ധമായിട്ടും പഠിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ മക്കൾ പഠിക്കണം മറ്റൊരു കാര്യമാണ്, എന്താണ് റൊട്ടേഷൻ, അതുപോലെ എന്താണ് റെവല്യൂഷൻ എന്നുള്ള കാര്യം. അതായത് ഭ്രമണം, പരിക്രമണം അല്ലെ നമുക്കറിയാം. അപ്പൊ അത് തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക കേട്ടോ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ പരിക്രമണം എന്ന് പറഞ്ഞാലും എന്താണെന്നുള്ളത് നമുക്കറിയാലോ. ഭൂമി അഥവാ നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്വന്തം ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റുന്നുണ്ട്. അതിനാണ് എന്തെന്ന് പറയാം, നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത് അല്ലെ. പിന്നെ പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മുടെ സൂര്യന് അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ ചുറ്റുന്നതോടൊപ്പം ആരെ കൂടി വലം വെക്കുന്നുണ്ട്, സണ്ണിനെ കൂടി ചുറ്റി വരുന്നുണ്ട് അല്ലെ. അതാണ് എന്ത്, പരിക്രമണം എന്ന് പറയുന്നത്. പിന്നെ അതിന് രണ്ടിനും വേണ്ട സമയം എത്രയാണ് എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ മക്കൾ അറിഞ്ഞിരിക്കുക. അതും നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭ്രമണത്തിന് വേണ്ട സമയം, പരിക്രമണത്തിന് വേണ്ടിയിട്ടുള്ള സമയമൊക്കെ എത്രയാണ് എന്നുള്ളത് മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. 24 hour, അതുപോലെ തന്നെ 365 അല്ലെ, അതൊക്കെ മക്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അതൊക്കെ മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷികളുമായിട്ട്, അതായത് ബേർഡ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. നമ്മൾ ഒരുപാട് ബേർഡ്സും അതുപോലെ തന്നെ അവയുടെ പ്രത്യേകതകളും അവ എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ മക്കൾ നന്നായിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദേശാടന പക്ഷികളെ കുറിച്ച് അറിഞ്ഞിരിക്കുക കേട്ടോ. ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന അവയുടെ എക്സാമ്പിളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ദേശാടന പക്ഷികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതിന്റെ എക്സാമ്പിൾ കൂടി മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എയറിനെ കുറിച്ചിട്ട്. അത് എയറും അതിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കണ്ടുവരാറുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ചിലപ്പം ഒന്നോ രണ്ടോ ആക്ടിവിറ്റിയിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എയറും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകത, വായുവും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മക്കൾക്ക് അറിയാം. ഇന്ന് താഴെ തന്നിട്ടില്ല വായുവിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ മക്കൾക്ക് ചോദിക്കാം അല്ലെ. എന്തൊക്കെ പ്രത്യേകതകളാണ് മക്കളെ ഉള്ളത് വായുവിന്, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു വായുവിന് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. വായുവിന് എന്തുണ്ട് മക്കളെ, അതെന്ത് ചെയ്യും, വായു നമ്മുടെ ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ശാന്തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ റൂമിലൊക്കെ അതിന്റെ ഒരു സ്മെല്ല് കിട്ടൂല. അതായത് വായുവിനോട് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് വായുവിന് വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാനല്ലേ, അതായത് ഭാരം ഉയർത്താനുള്ള കഴിവ് ആർക്കുണ്ട്, എയറിനുണ്ട് എന്നുള്ള അത്തരത്തിലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. അപ്പൊ ആ ഒരു ഏരിയ നന്നായിട്ട് മക്കൾ നോക്കാം. എയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, പിന്നെ എയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ നമുക്ക് എക്സ്പെരിമെന്റ് ചോദിക്കാം കേട്ടോ. പരീക്ഷണ കുറിപ്പ് എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് വരാം. അതാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെന്റ് നോട്ട് എഴുതാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ വായുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി പരീക്ഷണങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം എയറിന് എന്തുണ്ട് മക്കളെ, വെയിറ്റ് ഉണ്ട് അല്ലെ, വായുവിന് ഭാരമുണ്ട്. അത് തെളിയിക്കാനായിട്ട് നമ്മൾ ഒരു പരീക്ഷണം ചെയ്തിട്ടില്ലേ മക്കളെ, എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റിക്കിന്റെ മുകളിൽ, വടീന്റെ മുകളിൽ എന്ത് ചെയ്തു, അറ്റത്തായിട്ട് 2 ബലൂണുകൾ വീർപ്പിച്ച് നമ്മൾ കെട്ടി തൂക്കില്ലേ. എന്നിട്ട് അത് നിങ്ങളെ നല്ല ഈക്വൽ ആയിട്ട്, അതായത് തുലന നിലയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭാഗത്തെ ബലൂൺ ഒരു സൂചി കൊണ്ടോ മറ്റോ കുത്തി പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, തൊട്ടടുത്ത സൈഡിലുള്ള ആ ഒരു ഭാഗത്തെ ബലൂൺ വെച്ചിട്ടുള്ള ഭാഗം എന്ത് ചെയ്യും, താഴേക്ക് അങ്ങ് താന്നു പോല. അതിനർത്ഥം എന്താണ്, വായുവിന് ഭാരമുണ്ട് അല്ലെ. ഈ ഭാഗത്തുള്ള വെയിറ്റ് പോയ സമയത്ത് തൊട്ടടുത്ത് ഭാരം കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഭാഗത്തേക്ക് അത് താഴ്ന്നു പോയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ എയറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എക്സ്പെരിമെന്റ് നോട്ട് എഴുതാനായിട്ട് നമുക്ക് ചോദിക്കും കേട്ടോ. അപ്പൊ എക്സ്പെരിമെന്റ് നോട്ട് എഴുതാനുള്ള സ്റ്റെപ്പുകളൊക്കെ കൂട്ടുകാർക്ക് അറിയാലോ. എക്സ്പെരിമെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്
എന്തൊക്കെ മെറ്റീരിയൽ ആണ് എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂ കേട്ടോ. അപ്പൊ അതൊക്കെ മക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം, എക്സ്പെരിമെന്റ് നോട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം EVS ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ മസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക, മക്കൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം തന്നെ എല്ലാവരും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. പിന്നെ മിസ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വെറും 89 രൂപയ്ക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വീഡിയോയിൽ നിന്ന് പോകുന്നതിന് മുന്നിട്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.